ചെയ്ത് നോക്കി. അതുപോലെ തന്നെ വരുന്ന ഒരു മെക്കാനിസമാണ് റൂട്ട് ഫിൽട്ടറിംഗ് എന്ന് പറയുന്നത്. ബട്ട് ഇവിടെ വരുന്ന രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രോട്ടോക്കോളിൽ നിന്ന് അടുത്ത പ്രോട്ടോക്കോളിലോട്ട് പോകുമ്പോൾ നോർമൽ ഈ ടോപ്പോളജി നോക്കാം. അത് വെച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഈ ടോപ്പോളജിക്കകത്ത് നിങ്ങൾക്ക് കാണാം OSPF കാണാം, അതേപോലെ തന്നെ EIGRP കാണാം. നോർമലി നമ്മൾ റീഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ എൻറ്റയർ നെറ്റ്വർക്ക്, എക്സാമ്പിൾ ഈ കാണുന്ന 3 നെറ്റ്വർക്ക്സും എവിടെ വരും? R1 വരും. അതാണല്ലോ റീഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ നെറ്റ്വർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും റീഡിസ്ട്രിബ്യൂട്ട് ആവും. ഏത് ഡിവൈസ് വഴി? R2 മുഖാന്തരം നമുക്ക് 2 ഡൊമൈനിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും? ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? അപ്പം എല്ലാ നെറ്റ്വർക്കും എല്ലാവിടെയും വരും. എന്നാൽ നമ്മൾ പറയാൻ പോകുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R2വിൽ നിന്നും വരുന്ന അപ്ഡേറ്റുകൾ അങ്ങനെ എല്ലാം പോവണ്ട. ഞാൻ പറയുന്ന നെറ്റ്വർക്കുകൾ മാത്രം റീഡിസ്ട്രിബ്യൂട്ട് ആയാൽ മതി. നമുക്കറിയാവുന്ന കേസ് എന്താണ്? ബൈ ഡിഫോൾട്ട് നമ്മൾ റീഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ നെറ്റ്വർക്കും ഓട്ടോമാറ്റിക്കലി OSPFിലോട്ട് പോകും അല്ലെ? യെസ്. അപ്പം നമ്മൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്ന നെറ്റ്വർക്ക്സിന് മാത്രം അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മതി എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രീതിയാണ് റൂട്ട് ഫിൽട്ടറിംഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് 3 തരത്തിലാണ് വരുന്നത്. ഏതൊക്കെയാണ്? ഡിസ്ട്രിബ്യൂട്ട് ലിസ്റ്റ്, റൂട്ട് മാപ്പ്, പ്രിഫിക്സ് ലിസ്റ്റ്. ഇങ്ങനെ 3 മെത്തേഡ്സ് വരുന്നത്. നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത് ഡിസ്ട്രിബ്യൂട്ട് ലിസ്റ്റ് ആണ്. മൂന്നിന്റെയും ഉദ്ദേശശുദ്ധി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഒരു ഡൊമൈൻ അടുത്ത ഡൊമൈനിലോട്ട് പോകുമ്പോൾ ഏതൊക്കെ രീതിയിൽ ഫിൽട്ടർ ചെയ്യണം എന്നുള്ളത്. യെസ്. അതിനകത്ത് ഫസ്റ്റ് കാറ്റഗറിയാണ് ഡിസ്ട്രിബ്യൂട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഈ കാണുന്ന സിന്റാക്സ് ആണ്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എന്റെ ലാബ് ഒന്ന് കാണിച്ചു തരാം. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേജിലോട്ട്. സെക്കൻഡ്, ഒരു മിനിറ്റ്. യെസ്, സോറി, കറക്റ്റിന് പോകുന്നത്.
യെസ്. അപ്പോൾ റൂട്ട് ഫിൽട്ടറിങ് നമുക്കൊരു ലാബ് ഓറിയന്റഡ് ആയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കാം. അപ്പൊ ഈ കാണുന്ന ടോപ്പോളജിക്കകത്ത് ഞാൻ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ താഴെ നിന്ന് ശ്രദ്ധിക്കുക. എന്താണ് ക്വസ്റ്റ്യൻ? ഡിനെ 200, 100, 50.0യും 60.0യും മാത്രം അല്ല അത് മാത്രം എങ്ങോട്ട് വരണ്ട, നമ്മുടെ വോയിസ് നെറ്റ്വർക്കിലോട്ട് വരണ്ട. എന്ന് വെച്ചാൽ ഏതൊക്കെ അഡ്രസ്സസ് ആണ്? ആ കാണുന്ന 3 ലൂപ്പ് ബാക്സിനകത്ത് ഈ 2 മാത്രം എങ്ങോട്ട് വരണ്ട, നമ്മുടെ വോയിസ് ഓഫ് നെറ്റ്വർക്കിലോട്ട് വരണ്ട എന്നാണ്. അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സിന്റാക്സ് നോക്കിക്കേ. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ആക്സിസ് കണ്ടോ? ആക്സസ് ഹൈഫൻ ലിസ്റ്റ് ഡിനെ ഏത് അഡ്രസ്സിന്? 50.0യും 60.0യും. ഇവിടെ നിങ്ങൾ വെൽക്കം മാസ്ക് ശ്രദ്ധിച്ചോ? വെൽക്കം മാസ്ക് എന്താ കൊടുത്തിരിക്കുന്നത്? ബൈ ഡിഫോൾട്ട് വരുന്ന മാസ്ക്. എന്തുകൊണ്ടാ? എൻറ്റയർ നെറ്റ്വർക്കിനെ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്? ഡിനേ ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു ഐപിനെ ആണോ? ഒരു ഐ പി ആണോ നമ്മൾ R3 R1 പോകുമ്പോൾ ഡിനേ ചെയ്യുന്നത്? അല്ല, എൻറ്റയർ നെറ്റ്വർക്കിനാണ്. അപ്പൊ നമുക്ക് മറ്റേ വൈൽഡ് മാസ്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ് 0 കൊടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം അത് വേണ്ട, ബൈ ഡിഫോൾട്ട് വരുന്ന വൈൽഡ് മാസ്ക് തന്നെ കൊടുത്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പൊ 15നെയും 16 ഞാൻ ഡിനേ ചെയ്തു, ബാക്കിയുള്ളവർ എന്ത് ചെയ്തു? പെർമിറ്റ് ചെയ്തു. ബിക്കോസ് അവിടെ നമുക്ക് വേറെ നെറ്റ്വർക്ക്സ് ഉണ്ട്, 40 ഉണ്ട്, 20 ഉണ്ട്. നമ്മൾ ഈ പെർമിറ്റ് എനിയും കൊടുത്തില്ല എങ്കിൽ സംഭവിക്കുക, അവർ കൂടി എന്താവും? അവിടെ ഡിനേ ആവും. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ദെൻ നമ്മൾ നേരെ ഈ ആക്സിസ് എവിടെ കൊണ്ട് അപ്ലൈ ചെയ്യുന്നു? EIGRP കാത്ത് കയറി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. R2നകത്ത് EIGRP കാത്ത് കയറി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ലിസ്റ്റ് 1 ഇൻ. അതായത് ഈ 1 എന്ന് പറയുന്ന ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ, മീൻസ് ഈ EIGRPലോട്ട് 1 എന്ന് പറയുന്ന ലിസ്റ്റ് നോക്കിയിട്ട് മാത്രമേ ആൾക്കാർ എന്ത് ചെയ്യാൻ പാടുള്ളൂ? കടത്തിവിടാൻ വേണ്ടി പാടുള്ളൂ. 1നകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? 15, 16 എന്ത് ചെയ്യണം? ഡിനേ ചെയ്യണം. പോയിന്റ് മനസ്സിലായോ? അപ്പൊ ആദ്യം നമ്മൾ എന്താണോ വേണ്ടത് അത് ആക്സിസ് വെച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. ആ ആക്സിസ് നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുന്നു? റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് നോക്കണം? 1 എന്ന് പറയുന്ന ലിസ്റ്റ് നോക്കിയിട്ട് മാത്രമേ ആൾക്കാരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മീൻസ് നെറ്റ്വർക്ക്സിന് എന്ത് ചെയ്യാൻ പാടുള്ളൂ? അടുത്ത പോയിന്റിലോട്ട് കടത്തിവിടാൻ വേണ്ടി പാടുള്ളൂ. പറഞ്ഞ ഒരു ഐഡിയ കിട്ടിയോ? വളരെ ഈസി ആയിട്ടുള്ള ലാബാണ്. ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ആബ്സെന്റ് ആണോ? യെസ്. സനുദിന് ഓക്കെ അല്ലേ? യെസ്, ഓക്കെ ആണ്, ഗുഡ് ആണ്. യെസ് യെസ്. അപ്പൊ നമുക്ക് ഈ ലാബ് ഒന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളാം. എന്നിട്ട് ഞാൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞേക്കണം. ഇപ്പൊ 3 റൗട്ടേഴ്സ് വരുന്നത്. 3 റൗട്ടേഴ്സ് നമുക്കൊന്ന് ഡ്രാഗ് ചെയ്തിടാം. ഈ ടോപ്പോളിൽ തന്നെ നമുക്ക് 2 ലിസ്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും, ഫിൽറ്ററിങ് ചെയ്യാൻ പറ്റും. സീറോയിൽ നിന്നും +0ലോട്ട്, /1ൽ നിന്നും /1ലോട്ട്.
അപ്പൊ നമ്മൾ നോർമലി ഉള്ള ഇനീഷ്യൽ കോൺഫിഗറേഷനോ റൗട്ടിംഗ് എല്ലാം അപ്പാക്കിയതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഫിൽറ്ററിംഗ് ഒക്കെ പറഞ്ഞു കൊടുക്കാനായി. ഓക്കെ, അതിന് നമുക്ക് ഈ ടോപ്പോളജിയുടെ ഇനീഷ്യൽ കോൺഫിഗറേഷനും റൗട്ടിംഗ് ഒക്കെ ഒന്ന് അപ്പാക്കി റീഡിസ്ട്രിബ്യൂഷൻ എല്ലാം ചെയ്ത് ഈ പറഞ്ഞ പോലെ R3 എല്ലാ നെറ്റ്വർക്ക്സും R1 വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫിൽറ്ററിംഗ് അപ്ലൈ. മൂന്ന് റൗട്ടേഴ്സിന്റെ കൺസോൾ വന്നിട്ടുണ്ട്. യെസ്, കോൺഫിഗറേഷൻ മോഡിനകത്ത് കയറുക. ഇന്റർഫേസ് L1 IP ISPF നെറ്റ്വർക്ക് ISP ആയതുകൊണ്ട് IPS നെറ്റ്വർക്ക് പോയിന്റ് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, IP ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം 192 സീരീസ് ആണ്. അതായത് OSQനകത്ത് കംപ്ലീറ്റ് 192 സീരീസും EHRP കംപ്ലീറ്റ് 200 സീരീസ് ആണ്. അങ്ങോട്ട് മാറിപ്പോകണ്ട. 192.168.1.1 space 255.55.55.0 shutdown exit. ഇനി നമുക്ക് സീരിയൽ ആണുള്ളത്. ഇന്റർഫേസ് S1/0 IP add 2.1 ഒന്ന് എഡിറ്റ് ചെയ്താൽ മതി. 2.1 shutdown exit. അതോടുകൂടി R1 അകത്ത് വരുന്ന ഇനീഷ്യൽ കോൺഫിഗറേഷൻ കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് R2 ആണ്. കോൺഫിഗറേഷൻ ബട്ടണത്ത് കയറുക. ഇന്റർഫേസ് അതിനകത്ത് ലൂപ്പ് ബാക്ക് ഉണ്ട്. ഇന്റർഫേസ് L1 IP OSPF നെറ്റ്വർക്ക് പോയിന്റ് IP add 192.168.3.1 മാസ്ക് കൊടുക്കാം. 55.55.55.0 shut exit. Interface S1/1/0 IP add 2.2. shut exit. ഇനി നമുക്ക് റൈറ്റ് സൈഡിലുള്ള ലൂപ്പ് ബാക്ക് ആണ്. അത് EHRP ലൂപ്പ് ബാക്ക് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയേണ്ട ആവശ്യമില്ല, IP OSP നെറ്റ്വർക്ക് പോയിന്റ് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ലൂപ്പ് ബാക്ക്. അടുത്ത ഇന്റർഫേസ് INT-L2 കൊടുക്കുന്നവർ കൊടുത്താൽ മതി. IP അഡ്രസ് വ്യത്യാസം ഉണ്ടോ അവിടെ? റൈറ്റ് സൈഡിൽ വരുന്ന സമയത്ത് എല്ലാം 200 സീരീസ് അല്ലേ? 200.100.1 255.255.255.0 OSH next. നമുക്ക് വരുന്നത് ഇന്റർഫേസ് S1/1 അല്ലേ? ടെസ്റ്റ് എഡിറ്റ് ചെയ്താൽ മതി. 20.1 എക്സിറ്റ്. ഇനി നമുക്ക് R3 കാത്താണുള്ളത്. R3 കാത്ത് കയറിയിട്ട് ജസ്റ്റ് ഇനിഷ്യേറ്റ് ചെയ്തേക്കാം. കോൺഫിഗറേഷൻ മോഡിൽ കയറുക. ഇന്റർഫേസ് S1/1 IP add 200.100.e.2 mask 255.55.0 and cut exit. ഇനി നമുക്ക് ഇന്റർഫേസ് L1
IP add 200.100.40.1 ഇല്ല 55.55.0 offset exit നമുക്ക് എഡിറ്റ് ചെയ്താൽ മതി. L2 pitch.1 space L3 .1 offset. ഇപ്പൊ 3 ഡിവൈസിനകത്തും എന്ത് കഴിഞ്ഞു? ഇനീഷ്യൽ കോൺഫിഗറേഷൻ തീർന്നിരിക്കുന്നു. ഇനി നമുക്ക് റൗട്ടിംഗ് ആണ് ചെയ്യേണ്ടത്. റൗട്ടിങ്ങിലോട്ട് പോവാം. R1 എടുക്കാം. ഏതൊക്കെ ഇന്റർഫേസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് IP ചെക്ക് ചെയ്ത് നോക്കാം. ഈ 2 നെറ്റ്വർക്ക് ആണ് നമുക്ക് എങ്ങോട്ട് ആഡ് ചെയ്യേണ്ടത്? OSPF ആഡ് ചെയ്യേണ്ടത്. ആഡ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്? റൗട്ടർ OSPF1 നെറ്റ്വർക്ക് 192.168.2.0 then welcome mask കൊടുക്കണ്ടേ 0.0.0.255 ഏരിയ. നമുക്ക് 1 കൂടിയുണ്ട്. 1 കൂടി എടുത്തു കഴിഞ്ഞാൽ കഴിയും. യെസ്, ഇവിടുത്തെ റൗട്ടിംഗ് കഴിഞ്ഞിരിക്കുന്നു. ഇനി R2 കയറിയിട്ട് ലെഫ്റ്റ് സൈഡിൽ വരുന്ന 2 ഇന്റർഫേസ് OSPF-നകത്തും റൈറ്റ് സൈഡിൽ വരുന്ന 2 ഇന്റർഫേസ് EIGRP-കകത്താണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. റൗട്ടർ OSPF1 നെറ്റ്വർക്ക് ഏതൊക്കെയാണ്? 2.0യും 3.0 192.168.2.0 welcome mask 0.0.0.255 ഏരിയ 0. നമുക്ക് നമ്മുടെ ലുക്ക് ബാക്ക് കൂടി ഉണ്ട്. 3 ആണ്. അതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് സെറ്റിന്റെ കോൺഫിഗറേഷൻ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നു. ഔട്ടർ EIGRP 123 then network 200.100.10.0 അതുപോലെ സീരിയൽ ഇന്റർഫേസിന്റെ 20.20 R2ന്റെ റൗട്ടിങ്ങും കഴിഞ്ഞു. ഈ നേരം R2ലോട്ട് വരുന്നു. റൗട്ടർ EIGRP 123 നെറ്റ്വർക്ക് 20.0 200.100.20.0 then 20 കഴിഞ്ഞ് പിന്നെ 4056 അല്ലേ? 40 50 60 ഇപ്പൊ എല്ലാത്തിനകത്തും നമ്മൾ റൗട്ടിംഗ് ചെയ്ത് കഴിഞ്ഞു. റൗട്ടിംഗ് ചെയ്ത് കഴിഞ്ഞാൽ R2 പറയുന്ന റൗട്ടറിന് 2 എഡ്ജിലോട്ട് എന്ത് കിട്ടണം? കമ്മ്യൂണിക്കേഷൻ കിട്ടണം. അപ്പോൾ ഡു പിങ് 192.168.1.1 അല്ലേ? ലെഫ്റ്റ് സൈഡിൽ 1.1. യെസ്, നമുക്ക് അങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നുണ്ട്. സോ ഓക്കെ ആണ്. ഇനി നമുക്ക് എന്താ റൈറ്റ് സൈഡിലോട്ട് കൂടി നോക്കണം. റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ഏതെങ്കിലും ലൂപ്പ് ബാക്കിലോട്ട് നോക്കാം. 200.100. 60.1 ഓക്കെ 60.1 സക്സസ് ആണ്. അപ്പോൾ ഡു ഷോ IP റൂട്ട് നമുക്ക് കാണാം. എല്ലാ ഇൻഫർമേഷനും കാണിച്ചിരുന്നത് എല്ലാ നെറ്റ്വർക്കും ഇവിടെ വന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് എല്ലാം കവേർഡ് ആണ്. പക്ഷെ R1 നമുക്ക് എന്ത് കിട്ടില്ല? R3യുടെ ലൂപ്പ് ബാക്കിലോട്ടോ R3 R1ന്റെ ലൂപ്പ് ബാക്സിലോട്ട് നമുക്ക് എന്ത് കിട്ടില്ല? ആക്സസ് കിട്ടില്ല. വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലൂപ്പിംഗ് 200.100.60.1 ലാസ്റ്റ് ലൂപ്പ് ബാക്ക്. നമുക്കറിയാം റെഡിസ്ട്രിക്ഷൻ ചെയ്യാതെ ഒരിക്കലും നമുക്ക് എന്ത് കിട്ടില്ല? അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ആക്സസ് കിട്ടില്ല. വേണമെങ്കിൽ R3 കയറിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലൂപ്പിംഗ് 192.168.1. കിട്ടുന്നില്ല. അപ്പൊ കൺഫേം ആയി. അപ്പൊ നമ്മൾ R2 നമ്മൾ എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? കമ്മ്യൂണിക്കേഷൻ കിട്ടും. ആദ്യം നമുക്ക് OSPF-നകത്ത് കയറാം. റൗട്ടർ OSPF1 redistribute
EIGRP 1, 2, 3. ഇത്രയും കൊടുത്താൽ OSPന്റെ കേസ് കഴിഞ്ഞു. പക്ഷേ EIGRP-കകത്ത് കയറുമ്പോൾ റൗട്ടർ EIGRP 1, 2, 3 redistribute OSPF1 metric 1544 20,000 55 1500. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ റെഡിസ്റ്റർ ആവുള്ളൂ. അപ്പൊ നമുക്ക് ഇനി അത് സക്സസ് ആയെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിനകത്ത് പിങ് ചെയ്ത IP അവിടെ തന്നെയുണ്ട്. അപ്പൊ എൻ്റർ അടിച്ച് നോക്കാം. സക്സസ് ആണ്. ഡു ഷോ IP റൂട്ട് ഇരിക്കുന്ന എല്ലാ നെറ്റ്വർക്കും ആ OE എന്ന് കാണിക്കുന്ന എല്ലാം തന്നെ എവിടുന്ന് വന്നതാണ്? EIGRP-യിൽ നിന്നും വന്നതാണ്. ഇനി നമുക്ക് R3-കകത്ത് കയറിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിങ് അടിച്ച് നോക്കാം. സക്സസ് ആണ്. ഡു ഷോ IP റൂട്ട് അവിടുത്തെ എല്ലാ നെറ്റ്വർക്കും DEX EIGRP എക്സ്റ്റേണൽ എല്ലാം കാണിക്കുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? R1-നകത്ത് ഈ വന്നിരിക്കുന്ന 50 പറയുന്ന നെറ്റ്വർക്കും 60 പറയുന്ന നെറ്റ്വർക്കും വരാൻ പാടില്ല. എന്ന് വെച്ചാൽ ഈ രണ്ട് നെറ്റ്വർക്ക് വരാൻ പാടില്ല. റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇങ്ങോട്ട് വരരുത്. ഇതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ പറഞ്ഞ ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ 15, 16 എവിടെ സ്കിപ്പ് ആവണം? R1 സ്കിപ്പ് ആവണം. നമ്മൾ നേരെ ഏത് റൗട്ടിനകത്താണ് എല്ലാ കോൺഫിഗറേഷൻ ചെയ്യേണ്ടത്? എവിടെയാണ് റീഡിസ്ട്രിബ്യൂഷൻ വരുന്നത്? R2-നകത്ത്. R2-നകത്ത് നമ്മൾ കോൺഫിഗറേഷൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി ആദ്യം നമ്മൾ എന്താ ക്രിയേറ്റ് ചെയ്യുന്നത്? ഏതൊക്കെ നെറ്റ്വർക്കിനെയാണോ നിങ്ങൾക്ക് ഡിനേ ചെയ്യേണ്ടത് അത് ആക്സസ് ലിസ്റ്റ് വെച്ച് എന്ത് ചെയ്യുക? ഡിനേ ചെയ്യുക. ഓക്കെ, അപ്പം ആക്സസ് ലിസ്റ്റ് അവിടെ കൊടുത്ത പോലെ തന്നെ കൊടുക്കുകയാണ്. 1 ഡിനേ. ഏത് നെറ്റ്വർക്കിനെ ഡിനേ ചെയ്യേണ്ടത്? 200.100.50.0 50.0. ഡിഫോൾട്ട് വൈക്കം മാസ്ക് എൻറ്റയർ നെറ്റ്വർക്ക് ആകുമ്പോൾ 255 എൻ്റർ ചെയ്യാം. പിന്നെ ഏത് നെറ്റ്വർക്ക് കൂടിയാണ്? 60 കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കണം. 60 പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ളവർ നമ്മൾ എന്ത് ചെയ്യണം? പെർമിറ്റ് ചെയ്യണം. 1 പെർമിറ്റ്. ആക്സസ് സക്സസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? EIGRP-കകത്ത് കയറിയിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാം. റൗട്ടർ EIGRP 1, 2, 3. പിന്നെന്താണ്? ഡിസ്ട്രിബ്യൂട്ട് ലിസ്റ്റ്. ദെൻ നമ്മുടെ ലിസ്റ്റ് നമ്പർ എത്ര കൊടുത്ത മേലെ? 1 കയറി വരുമ്പോൾ തന്നെ ഈ ലിസ്റ്റ് നോക്കിയിട്ട് മാത്രം ആൾക്കാരെ കടത്തിവിടാൻ പാടുള്ളൂ. എൻ്റർ ചെയ്തു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ R1-നകത്ത് കയറി നോക്കുമ്പോൾ കൊടുത്തിരിക്കുന്ന റിസൾട്ട് ചെക്ക് ചെയ്ത് നോക്കാം. IP റൂട്ട് ഉണ്ടല്ലോ, 50, 60 ഉണ്ട്. നമ്മൾ എന്തെങ്കിലും കമാൻഡ് വിട്ടുപോയോ? ഇല്ലല്ലോ. EIGRP R-നകത്ത് എത്ര കൊടുത്ത? 1, 2, 3 അല്ലേ? 1, 2, 3 ഡിസ്ട്രിബ്യൂട്ട്. ഇപ്പോഴാണ് സിങ്ക് ആയിരിക്കുന്നത്. ഏറ്റവും താഴെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നുണ്ടോ? ഇപ്പോഴാണ് സിങ്ക് ആയിരിക്കുന്നത്. ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, 50, 60 പോയിരിക്കുന്നു. ഇവിടെ ഇല്ല, അത് മിസ്സായിരിക്കുന്നു. ഓക്കെ, ഈ രണ്ട് നെറ്റ്വർക്ക് എന്താണ് അവിടുന്ന് മിസ്സായിരിക്കും. ഇതാണ് ഡിസ്ട്രിബ്യൂട്ട് ലിസ്റ്റ്. ഡിസ്ട്രിബ്യൂട്ട് ലിസ്റ്റ് ആണെങ്കിൽ നമ്മൾ ആരുടെ സഹായത്തോടു കൂടി ചെയ്ത്? നമ്മൾ ആക്സസ് കൺട്രോൾ ലിസ്റ്റിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ലിസ്റ്റ് എനേബിൾ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടിന് ചോദിക്കാം. ഞാനിത് റിമൂവ് ചെയ്യാൻ വേണ്ടി പോവാം. നമ്മൾ ചെയ്ത എവിടെയാ? ഏതിലാ? R2. അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്ത് റിമൂവ് ചെയ്തേക്കാം. ഈ ടോപ്പിക്കിന് ഒരു ലാബ് കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. യെസ്, അപ്ലൈ ചെയ്ത് റിമൂവ് ചെയ്ത് ആക്സിസ് കൂടി നമുക്ക് റിമൂവ് ചെയ്യണം. ആക്സിസ് ടു 1, ആക്സിസ് ടു 1 അതുകൂടി റിമൂവ് ആയി. അപ്പൊ നമ്മുടെ ടോപ്പ് ടേബിളിനകത്ത് പഴയതുപോലെ R1 എന്ത് വരണം? അപ്ഡേറ്റഡ് എല്ലാം തന്നെ വരണം. പഴയപോലെ എല്ലാ അപ്ഡേറ്റും വന്നു. എല്ലാം എവറിത്തിങ് ഇസ് ഫൈൻ. പിന്നെ നമ്മുടെ അടുത്ത ലിസ്റ്റ് ആണ്, അടുത്ത റൂട്ട് ഫിൽട്ടറിംഗ് ആണ്. റൂട്ട് മാപ്പ്. ഈ റൂട്ട് മാപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു AIS-ൽ നിന്നും അടുത്ത AIS-ലോട്ട് പോകുമ്പോൾ നെറ്റ്വർക്ക്സിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ ഇനി
ഇൻ ഫ്യൂച്ചർ നമ്മൾ BGP പറയുന്ന പ്രോട്ടോകോൾ നമ്മൾ പഠിക്കുന്നുണ്ട്. BGPക്കകത്ത് ഒരുപാട് പോളിസി ബേസ്ഡ് റൗട്ടിങ്, ഒരുപാട് ക്രൈറ്റീരിയാസ് നമുക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇങ്ങനെ സില്ലി തിങ്സിന് നമുക്ക് എന്ത് ഉപയോഗിക്കാം? റൂട്ട് മാപ്പ് നമുക്ക് ഉപയോഗിക്കാം. ഈ പറഞ്ഞ പോലെ ഒരു ഡൊമൈനിൽ നിന്ന് അടുത്ത ഡൊമൈനിലോട്ട്, അല്ലെങ്കിൽ ഒരു പ്രോട്ടോകോളിൽ നിന്ന് അടുത്ത പ്രോട്ടോകോളിലോട്ട് പോകുന്ന സമയത്ത് പാക്കറ്റ്സിനെ പെർമിറ്റ് ചെയ്യുക, ഡിനേ ചെയ്യുക പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അറിഞ്ഞിരിക്കുക, എന്നുള്ള സില്ലി തിങ്സിന് വേണ്ടിയിട്ടല്ല നമ്മൾ റൂട്ട് മാപ്പ് യൂസ് ചെയ്യാറ്. ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്നെ വരുന്നുണ്ട്, BGPക്കകത്ത് നമുക്ക് വരുന്നുണ്ട്. ഇവിടെ ലിസ്റ്റ് നമ്പേഴ്സ് പറയുന്ന സമയത്ത്, അതായത് റൂട്ട് മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ 10 ആണ് പറയുന്നതെങ്കിൽ അടുത്ത ടാസ്ക് പറയുമ്പോൾ എന്തായിരിക്കണം? 20 പറയുന്ന സീക്വൻസ് നമ്പറുമാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു കണ്ടീഷൻ മാത്രമേ വേറെ ഒന്നുമില്ല. ഓക്കെ, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് റൂട്ട് മാപ്പ് എന്ന് പറയുന്നത്. റൂട്ട് മാപ്പിന്റെ വേറൊരു പ്രത്യേകത പറഞ്ഞുതരാം. നിങ്ങളുടെ റൗട്ടറിനകത്ത് ബെസ്റ്റ് റൂട്ട് ഉണ്ടെങ്കിലും റൂട്ട് മാപ്പ് വെച്ചിട്ട് ഞാൻ പറയുന്ന റൂട്ട് അവിടെ ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ റൂട്ട് മാപ്പിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി. റൂട്ട് മാപ്പിനകത്ത് ഓൾറെഡി, അതായത് നമ്മുടെ റൗട്ടിംഗ് ടേബിളിനകത്ത് ഓൾറെഡി ബെസ്റ്റ് റൂട്ട് ഫൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും റൂട്ട് മാപ്പ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ അത് ബെസ്റ്റ് വേണ്ട, ഇത് മതി, അടുത്ത എൻട്രി മതി ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗട്ടർ എന്ത് മാത്രം നോക്കുള്ളൂ? റൂട്ട് മാപ്പ് മാത്രം നോക്കുള്ളൂ. അത്രയും പ്രയോറിറ്റി കൂടുതലുള്ള ഒരു മെക്കാനിസം ആണ് റൂട്ട് മാപ്പ് എന്ന് പറയുന്നത്. അതിനുള്ള സിൻടാക്സ് നിങ്ങളിവിടെ കാണുന്നത്, അത് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പറയുന്ന സമയത്ത് ഒന്നുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, സെയിം ടോപ്പോളജി തന്നെ, യാതൊരുവിധ മാറ്റങ്ങളും ഇല്ല. ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ടോപ്പോളജി തന്നെയാണ്. ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ ചെറുതായിട്ട് ഒന്ന് ചേഞ്ച് വരുത്തിയിട്ടുണ്ട് റൂട്ട് മാപ്പിനകത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പെർമിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ഡിനെ ആണ് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്? 10.0 വന്നോട്ടെ, 20.0 വന്നോട്ടെ, 40.0 വന്നോട്ടെ, ബാക്കിയുള്ളവർ വരണ്ട എന്ന് വെച്ചാൽ നേരെ ക്വസ്റ്റ്യൻ നേരെ തിരിച്ചു തന്നെയാണ്. ഇവര് വരണ്ടെന്ന് തന്നെ നമ്മുടെ ഉദ്ദേശം. ഈ രണ്ട് നെറ്റ്വർക്ക് എങ്ങോട്ട് വരണ്ട? OSPFലോട്ട് വരണ്ടെന്ന് തന്നെയാണ് ഉദ്ദേശം. പക്ഷെ നമ്മൾ പെർമിറ്റ് ബേസ്ഡ് ആണ് ചെയ്തിരിക്കുന്നത്, റൂട്ട് മാപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സെയിം ടോപ്പോളജി ഒന്നും വെച്ച് ചെയ്തു മാത്രം. അപ്പൊ നമ്മൾ പെർമിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നെറ്റ്വർക്ക്സ് എല്ലാം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആക്സസ് കൺട്രോൾ ലിസ്റ്റ് യൂസ് ചെയ്ത് അങ്ങോട്ട് പെർമിറ്റ് ചെയ്യുക. ഏതൊക്കെ നെറ്റ്വർക്ക് ആണ്? 10.0 പെർമിറ്റ് ചെയ്തു, 20.0 പെർമിറ്റ് ചെയ്തു, 40.0 പെർമിറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ നമ്മുടെ ടോപ്പോളജിക്കകത്ത് ആര് വരാൻ പാടില്ല? 15, 16 വരാൻ പാടില്ല എന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? റൂട്ട് മാപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ റൂട്ട് മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിൻടാക്സ് ആണ് നമ്മളിവിടെ കാണുന്നത്. R2നകത്ത് കയറി നമ്മൾ കൊടുക്കുന്ന സിൻടാക്സ് ആണിത്. റൂട്ട് മാപ്പ് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. നമ്മുടെ ഫേമിന്റെ പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട്, പെർമിറ്റ്. ഈ പെർമിറ്റ് 10 എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായോ? അതായത് നിങ്ങൾ മേലെ ഒരു ടാസ്ക് പറഞ്ഞിട്ടുണ്ട് അല്ലെ? എന്താ ടാസ്ക് പറഞ്ഞിരിക്കുന്നത്? ആക്സിസ് ടു 2 ആരെ പെർമിറ്റ് ചെയ്യണം? 10, 20, 40 പെർമിറ്റ് ചെയ്യണം. ആ പെർമിറ്റ് ചെയ്ത ആൾക്കാരെ താഴെ വന്നിട്ട് പിന്നെയും പെർമിറ്റ് ചെയ്യാന്നല്ല, മേലെ കൊടുത്തിരിക്കുന്ന ടാസ്ക് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് റൂട്ട് മാപ്പ് പറയുന്നത്. അല്ലാണ്ട് മേലെ കൊടുത്തത്, അല്ലെങ്കിൽ ഇപ്പൊ മേലെ നിങ്ങൾ ഡിനേയാണ് കൊടുത്തെങ്കിൽ ഞാൻ താഴെ പെർമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മേലെ ഡിനേ ചെയ്ത് ഞാൻ പെർമിറ്റ് ചെയ്യാന്നല്ല മീൻ ചെയ്യുന്നത്. നിങ്ങൾ ഒരു ടാസ്ക്, ആക്സസ് കൺട്രോൾ ലിസ്റ്റിനകത്ത് നിങ്ങൾ ഒരു ടാസ്ക് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ എന്തിരിക്കുന്നു? അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ പെർമിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ റൂട്ട് മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സീക്വൻസ് നമ്പർ കൊടുക്കണം. ഞാൻ എക്സാമ്പിൾ 10 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്ത ലൈനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മാച്ച് IP അഡ്രസ്. എന്ത് നോക്കണം? മിസ്റ്റർ റൂട്ട് മാപ്പ്, താങ്കൾ എപ്പോഴും 2 എന്ന് പറയുന്ന ആക്സസ് ലിസ്റ്റ് നോക്കിയിട്ട് മാത്രമേ ആൾക്കാരെ എന്ത് ചെയ്യാൻ പാടുള്ളൂ? കടത്തിവിടാൻ വേണ്ടി പാടുകയുള്ളൂ. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഇനി നമ്മൾ നേരെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നു? ഈ റൂട്ട് മാപ്പ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. ഇത് ടാസ്ക് കൂടുതലാണ് മറ്റേക്കാളും. മറ്റേനകത്ത് ആകെ ഒരു കമാൻഡേ വരുന്നുള്ളൂ. പക്ഷേ റൂട്ട് മാപ്പ് കുറച്ച് ഹെവി സാധനമാണ്. അതിനകത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ മാത്രമേ അത് ആഡ് ആവുള്ളൂ. അപ്പൊ റൂട്ട് മാപ്പ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ആക്സസ് നമ്മൾ എങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു? നമ്മുടെ റൂട്ട് മാപ്പിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ആ റൂട്ട് മാപ്പിൽ നമ്മൾ എവിടെ കൊണ്ട് അപ്ലൈ ചെയ്യുന്നത്? നമ്മൾ EIGRPക്കകത്ത് പോയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എവിടെ ചെന്നിട്ട്? EIGRPക്കകത്ത് കയറി നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. കാണുന്നുണ്ടോ താഴെയുള്ളത്? ഇപ്പൊ കാണുന്നില്ലേ? അപ്പൊ നമ്മള് OSPFനകത്ത് കയറുന്നു, റീഡിസ്ട്രിബ്യൂട്ട് EIGRP 1, 2, 3 എന്ന് കൊടുക്കുന്നു. ഇവിടെയാണ് നമ്മുടെ റൂട്ട് മാപ്പിന്റെ കാര്യങ്ങൾ പറയുന്നത്. റൂട്ട് മാപ്പ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. സബ്നെറ്റ് ആയിട്ടുള്ള വാല്യൂസ് വരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സബ്നെറ്റ്സും കൂടി പറഞ്ഞു കൊടുക്കും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ 10ഉം 20ഉം 40 മാത്രമേ എവിടെ വരികയുള്ളൂ? നമ്മുടെ R1 റൗട്ടറിനകത്ത് വരികയുള്ളൂ. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം R1നകത്ത് ഈ പറയുന്ന എല്ലാ നെറ്റ്വർക്ക്സ് അവിടെ ഉണ്ട്, റൈറ്റ് അല്ലെ? ഓൾറെഡി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. R1 എടുത്ത് നോക്കാം, ഒന്നുകൂടി വേണമെങ്കിൽ നോക്കാം. കണ്ടോ, എല്ലാ നെറ്റ്വർക്കും അവിടെ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ആര് സ്കിപ്പ് ആവണം?
5060 നേരത്തെ പോലെ സ്കിപ്പ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ R2 പറയുന്ന റൗട്ടർ ഓപ്പൺ ചെയ്യുന്നു. R2 പറയുന്ന റൗട്ടർ ഓപ്പൺ ചെയ്തതിനു ശേഷം ആദ്യം ആക്സസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ആക്സസ് ലിസ്റ്റ് എത്ര കൊടുത്ത നമ്പർ 2 എന്ന് കൊടുത്തു. അതേപോലെ തന്നെ ഞാൻ കൊടുക്കുന്നു permit dot pen dot yes. അടുത്ത നെറ്റ്വർക്ക് ഏതാണ്? നെറ്റ്വർക്ക് 20 ഏത് നെറ്റ്വർക്കാണ്? 40 അല്ലേ? 40 അത് ആഡ് ചെയ്തു. ഈ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? റൂട്ട് മാപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്താണ് റൂട്ട് മാപ്പ്? റൂട്ട് മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് എന്താണ്? കോൺഫിഗറേഷൻ മോഡിൽ കയറിയതിനു ശേഷം റൂട്ട് ഹൈഫൻ മാപ്പ് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. നമ്മുടെ ഫാമിലി പേര് തന്നെ കൊടുക്കുന്നു TTT. Then permit ഈക്വൽസ് നമ്പർ നമുക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ജസ്റ്റ് കസ്റ്റമർ കളിച്ചാൽ കാണാൻ പറ്റും. ഈ നമ്പറിനകത്ത് ഏത് നമ്പർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങൾ 11 കൊടുക്കുന്നെങ്കിൽ അടുത്ത എന്തെങ്കിലും ടാസ്ക് പറയാൻ എന്ന് പറഞ്ഞിട്ട് 21 കൊടുക്കേണ്ടി വരും. ഓക്കെ, ഞാൻ 10 പറഞ്ഞു. അടുത്ത ടാസ്ക് നമുക്കൊന്നുമില്ല. എന്നാലും സീക്വൻസ് നമ്പർ പറഞ്ഞു. ഇതിലോട്ട് നമ്മൾ ആരെ ആഡ് ചെയ്യുന്നു? മാച്ച് IP അഡ്രസ് എന്ന് വെച്ചാൽ നമ്മുടെ ആക്സസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 2 പറയുന്ന ആക്സസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിനങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ കാര്യം കഴിഞ്ഞു. റൂട്ട് മാപ്പ് ക്രിയേറ്റ് ആയി. ഇനി ഈ റൂട്ട് മാപ്പ് നമ്മൾ എവിടെ കൊണ്ട് അപ്ലൈ ചെയ്യണം? വോയിസ് സ്ക്രിപ്റ്റ് ആണ്. റൗട്ടർ വോയിസ് സ്ക്രിപ്റ്റ് 1 redistribute EHRP 1 to 3 is root map. മാപ്പിന്റെ പേര് എന്തായിരുന്നു? DTT ആണെങ്കിൽ സബ്നെറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് കംപ്ലീറ്റ് സിന്റാക്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഇനി നമ്മൾ R1 പോയി നോക്കിയാൽ എന്തുണ്ടാവില്ല? ആ 1560 അവിടെ ഉണ്ടാവില്ല. ഞാൻ R1 പോവാണ്. നമ്മൾ ഡൂ സ്വൈപ്പ് റൂട്ട് അടിക്കുന്നു. കമാൻഡ് അടിച്ച് നോക്കുന്നു. എന്ത് പോയി? 1560 അവിടെ ആയിട്ടുണ്ട്. ക്ലിയർ? ഇനി നമുക്ക് ഈ ടോപ്പോളജി പറ്റില്ല. നമുക്കിനി അടുത്ത ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ടോപ്പോളജി. ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? അടുത്ത നമ്മുടെ ലാബ് കുറച്ച് ഹെവി ലാബാണ്. പേര് എന്താണ്? പ്രിഫിക്സ് ലിസ്റ്റ്. സിന്റാക്സ് കോപ്പി വെച്ചോളൂ, സ്ക്രീൻഷോട്ട് എടുത്തോളൂ. പ്രിഫിക്സ് ലിസ്റ്റ്. ഇതാണ് നമ്മുടെ ലാബ്. ശ്രദ്ധിച്ച് നോക്കാം നമ്മൾ ചെയ്യാൻ വേണ്ടി. ഈ ലാബിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. R3 വരുന്ന ലൂപ്പ് ബാക്സ് ഇതെല്ലാം പ്രത്യേകത എന്താ? ഇതാണ് പ്രത്യേകത. ഇതിൽ കാണുമ്പോൾ എന്തെങ്കിലും മനസ്സിലാവുണ്ടോ? ഐഡിയ? എല്ലാ അഡ്രസ്സസും എന്താണ്? സബ്നെറ്റഡ് ആണ്. എല്ലാത്തിന്റെ മേജർ നെറ്റ്വർക്ക് അഡ്രസ് ഏതാ? നമ്മുടെ ഇവിടുത്തെ ടാസ്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും. ഈ മേജർ നെറ്റ്വർക്ക് അഡ്രസ്സിന് വരുന്ന പല സബ് നെറ്റ്വർക്ക്സ് അവിടെ വരുന്നുണ്ട്. ഞാൻ പറയുന്ന സബ് നെറ്റ്വർക്ക്സ് മാത്രം എങ്ങോട്ട് പോയാൽ മതി? EHRP-ലോട്ട് പോയാൽ മതി. മനസ്സിലായോ? ഞാൻ പറയുന്ന സബ് നെറ്റ്വർക്ക്സിൽ മാത്രം എങ്ങോട്ട് പോയാൽ മതി? EHRP-ലോട്ട് പോയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്തറിയേണ്ടി വരും? സബ്നെറ്റ് മാസ്കുകൾ എല്ലാത്തിന്റെയും അറിയേണ്ടി വരും. /24 എന്ന് പറയുമ്പോൾ സബ്നെറ്റ് മാസ്ക് എത്രയായിരിക്കും? എന്നൊക്കെ പറ. 55 55 0. ഡൗട്ട് ഉണ്ടായില്ലേ? /24 ആണ്. ഇനി 26 എന്ന് പറഞ്ഞാലോ? ഞാൻ മാത്രം
190. 190. എത്ര വരും? 190. 26 ആണ്. അപ്പോ 255 കഴിഞ്ഞിട്ട് ഒരു 2 ബിറ്റ് കൂടെ എക്സ്ട്രാ ഓൺ ആയിട്ടുണ്ട്. അപ്പോ 255 55 55 2 ബിറ്റ് എക്സ്ട്രാ ഓൺ ആയാൽ 192. ഇനി 28 എന്ന് പറഞ്ഞാൽ എത്ര ബിറ്റ് എക്സ്ട്രാ ഓൺ ആയിട്ടുണ്ട്? 240. യെസ്, എക്സലന്റ്. 55 4 ബിറ്റ് എക്സ്ട്രാ ഓൺ ആയിരിക്കുമ്പോൾ 240 വരും. ഇനി 30 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? രണ്ടും 30 ആണ്. അപ്പൊ രണ്ടിന്റെയും 6 ബിറ്റ് ഓൺ ആയിരിക്കുന്നത്. സോ രണ്ടിന്റെ മാസ്ക് സെയിം തന്നെ ആയിരിക്കും, 252. ദെൻ ലാസ്റ്റ് വൺ ശ്രദ്ധിക്കണം. ലാസ്റ്റ് വൺ വെറും 20 വന്നിട്ടുള്ളൂ. അപ്പം 255.255 ഇപ്പൊ എത്ര ബിറ്റ് ഓൺ ആയി? 16 അല്ലേ? 16 ബിറ്റ് ഓൺ ആയി. ഇനി 20 ആവാൻ എത്ര ബിറ്റ് ഓൺ ചെയ്യണം? 4 ബിറ്റ് ഓൺ ചെയ്യണം. 4 ബിറ്റ് എക്സ്ട്രാ ഓൺ ആയാൽ എത്ര വാല്യൂ വരിക? 240.0. ഐഡിയ പറഞ്ഞത് ഇങ്ങനെ സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്ത മാസ്ക് നമ്മൾ ഇനീഷ്യൽ കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ പറഞ്ഞു കൊടുക്കാനായിട്ട്. ക്ലിയർ? അപ്പൊ ഇവിടുത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനീഷ്യൽ റൗട്ടിംഗ് ഒക്കെ ചെയ്യാം. ഒക്കെ അത് നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. എന്നിരുന്നാലും മാസ്ക് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരണ്ട എന്ന് ഞാൻ പറഞ്ഞോളൂ. എല്ലാവർക്കും സബ്മിറ്റിംഗ് ഇപ്പോഴും ഓർമ്മ ഉണ്ടാവണമെന്നില്ല. അതൊന്ന് എടുത്ത് നോക്കുക, മാസ്ക് എങ്ങനെ കിട്ടിയെന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മളത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരെ മാത്രം പെർമിറ്റ് ചെയ്താൽ മതി? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളാം. സംഭവം സില്ലി തിങ് ആണ്, എന്നാലും ശ്രദ്ധിക്കുക. /24 ബിലോ വരുന്ന ആൾക്കാർ മാത്രം ഈ കാണുന്ന മേജർ നെറ്റ്വർക്ക് അഡ്രസ്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് അഡ്രസ്സുകൾ സബ്മിറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന അഡ്രസ്സിൽ നിന്നും 24 ബിലോ വരുന്ന അഡ്രസ്സുകൾ മാത്രം എങ്ങോട്ട് പോയാൽ മതി? ഈ ചാപ്റ്ററിലോട്ട് പോയാൽ മതി. എന്നാൽ ഏതൊക്കെയായിരിക്കും? 24 ബിലോ പറയുന്ന സമയത്ത് ഈ അഡ്രസ്സും ഫസ്റ്റും ലാസ്റ്റും മാത്രം എങ്ങോട്ട് പോയാൽ മതി? അല്ലെ? 24 ബിലോ പറയുമ്പോൾ 24, ദെൻ അതിന് ബിലോ വരുന്ന എന്താണ്? 20 അല്ലേ? 24ഉം 20യും മാത്രം എങ്ങോട്ട് പോയാൽ മതി? ഈ ചാപ്റ്ററിലോട്ട് പോയാൽ മതി എന്നാണ് നമ്മുടെ ടാസ്ക്. ഇതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആക്സിസ് അല്ല ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് വേറൊരു ലിസ്റ്റ് ആണ്, പ്രിഫിക്സ് ലിസ്റ്റ്. വേറെ വ്യത്യാസമൊന്നുമില്ല, കമാൻഡിനകത്ത് ചെറിയൊരു മാറ്റം വരുന്നുള്ളൂ. IP പ്രിഫിക്സ് ലിസ്റ്റ് എന്തേലും ഒരു പേര് പറഞ്ഞു കൊടുക്കുക. എന്നശേഷം ഏത് നെറ്റ്വർക്ക് നമ്മൾ പെർമിറ്റ് ചെയ്യുന്നത്? 60 പറയുന്ന നെറ്റ്വർക്കിന് പെർമിറ്റ് ചെയ്യുന്നു. അതായത് മേജർ അഡ്രസ്. ഇതിൽ ലെസ് ദാൻ, ഈ പറയുന്ന മേജർ നെറ്റ്വർക്ക് അഡ്രസ്സിൽ നിന്നും ലെസ് ദാൻ എന്ത് വന്നാൽ മതി? 24 ബിലോ വരുന്ന ആൾക്കാർ വന്നാൽ മതി എന്നാണ് ഫസ്റ്റ് ടാസ്ക്. ഐഡിയ പറഞ്ഞത് ക്ലിയർ അല്ലേ? Yes, യെസ്. clear. രണ്ടാമത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് റൂട്ട് മാപ്പ്. നേരത്തെ ചെയ്ത പോലെ തന്നെ യാതൊരു വ്യത്യാസമൊന്നുമില്ല. റൂട്ട് മാപ്പിന് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഞാൻ മാപ്പ് 1 കൊടുത്ത്, ഓൾറെഡി ഡീറ്റെയിൽ ഇവിടെ കൊടുത്തുകൊണ്ട് ഞാൻ ഇവിടെ മാപ്പ് 1 എന്ന് പേര് കൊടുത്തു. പെർമിറ്റ് 10. ഓക്കെ, 10 എന്ന് പറയുന്ന സീക്വൻസ് നമ്പർ കൊടുത്തു. പിന്നെ മാച്ച് IP അഡ്രസ് ഇവിടെ നമ്മൾ ആക്സിസ്റ്റ് അല്ല, എന്താണ്? പ്രിഫിക്സ് ലിസ്റ്റ് ആണ്. അത് പറഞ്ഞു കൊടുക്കണം. മാച്ച് IP അഡ്രസ് ഇവിടെ അങ്ങോട്ട് വരുന്ന എക്സ്ട്രാ കമാൻഡ് പ്രിഫിക്സ് ഹൈഫൻ ലിസ്റ്റ് പേര് കൊടുത്തിരിക്കുന്നത് ഡിറ്റ് ചെയ്യാം, എക്സിറ്റ് ചെയ്യാം. നേരെ EHR കയറിയിട്ട് ഈ റൂട്ട് മാപ്പിന് എന്ത് ചെയ്യാതെ മതി? അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ മതി. റൂട്ട് റീഡിസ്ട്രിബ്യൂട്ട് OSP മെട്രിക് 5 വാല്യൂസ് കൊടുക്കുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അഡീഷണൽ വരുന്ന കമാൻഡ് ആണ് റൂട്ട് മാപ്പ് 1. അതായത് നമ്മൾ മാപ്പിന് പേര് കൊടുത്തെങ്കിൽ മാപ്പ് 1 ആണ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ /24 ബിലോ വരുന്ന അഡ്രസ്സുകൾ മാത്രമേ നിങ്ങൾക്ക് എവിടെ കാണാൻ വേണ്ടി സാധിക്കുള്ളൂ? R1 കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇപ്പൊ പ്രിഫിക്സ് ലിസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സബ്നെറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സബ് നെറ്റ്വർക്ക്സ് വരുന്നുണ്ടെങ്കിൽ ആ സബ് നെറ്റ്വർക്ക്സിനെ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന ആൾക്കാർ മാത്രം പോയാൽ മതി, പറയുന്ന സബ് നെറ്റ്വർക്ക്സ് മാത്രം പോയാൽ മതി എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് നേരെ ഈ കാണുന്ന ടോപ്പോളജിയുടെ ഇനീഷ്യൽ കോൺഫിഗറേഷനും റൗട്ടിങ്ങും ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കൊന്ന് പെട്ടെന്നൊന്ന് ചെയ്ത് നോക്കാം. നോട്ട് ചെയ്തല്ലോ അല്ലെ? നമുക്കിത് പുതിയ ടോപ്പിക് തന്നെ നമുക്ക് ചെയ്യണം. യെസ്, പെട്ടെന്ന് ആക്കാം.
കേസസ് എല്ലാം സെയിം തന്നെയാണ്. S1/0 1 ബിഹാറിനകത്ത് ഇവിടെ പിന്നെ 10-20 എല്ലാം ഒരേ ഓർഡറിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എസ് ഇന്റർഫേസ് ലെഫ്റ്റ് സൈഡിൽ EAGRP ആണ്. ഇന്റർഫേസ് IP add 10.0.1 10.0.0.1 5.0.0.0 this offset exit. നമുക്കുള്ളത് ഇന്റർഫേസ് S1/0 IP add 3.0.0.1 55.0.0 offset. ഇത് ഹാർഡ് ഓൺ ചെയ്യാനുള്ളത് ഹാർഡ് ഓപ്പൺ ചെയ്യാം. ലെഫ്റ്റ് സൈഡ് is S1/0 IP add 20.0.0.2 mask to 55.0.0.0 exit. നമുക്ക് ലൂപ്പ് ബാക്ക് വരുന്നുണ്ട്. ഇന്റർഫേസ് 1 IP add 30.0.1 ഇനി നമുക്ക് റൈറ്റ് സൈഡിലുള്ള ഇന്റർഫേസ് കോൺഫിഡൻ്റ് എക്സ്പ്രസ് വരുന്നതാണ്. പക്ഷെ ലൂപ്പ് ബാക്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം IP SPF network 0.4 IP add 40.0.0.1 മാസ്ക് കൊടുക്കാം 55.0.0 exit. Interface S1/1 address 50.0.0.1 R3 കോൺഫിഗ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. എല്ലാം സബ്നെറ്റഡ് ആണ്. മാസ്ക് കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കൊടുക്കും. അത് തരാം. ഇന്റർഫേസ് S1/1 50.0.0.2 mask to 55.0.0.0 yes ഞാൻ ലൂപ്പ് ബാക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. L1 ഇപ്പോഴും ഈ ഒരു കമന്റ് പറയാൻ മറക്കരുത്. IP SPF network 0.2 അതിനുശേഷം IP ആഡ് ചെയ്യാം. അഡ്രസ് 60.60.1 mask 55.0.0 sorry 255.255.0 because എത്രയായിരുന്നു /24 ആയിരുന്നു. offset interface into IP OS4 network point IP address എത്രയാണ്? IP add 60.70.70.1 mask 26 255.192 ഇത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. offset sit interface L3 മിസ്റ്റേക്കിന് പറയണം കേട്ടോ. IP OS network point
IP add മൂന്നാമത്തെ ഇന്റർഫേസ് ആണ് 60.80.80.1 mask 255.255. മൂന്നാമത്തെ /28 അപ്പോൾ 240. Yes. Then offset exit interface CL4 POS unit point IP add 60.90.90.1 mask 252. Dot 252. Offset exit phase L5 POS unit point IP add 60.100.1 /30 ആയതുകൊണ്ട് 252. Shut down exit interface L6 last interface IP add 60.101.96.1 55.5./20 ആയതുകൊണ്ട് 240.0. exit ബാക്കിനകത്ത് ഈ പറഞ്ഞില്ല. ഓക്കെ, POS നെറ്റ്വർക്ക് പോയിന്റ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ റൗട്ടിംഗ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. R1 കയറുന്നു. to show IP interface ഈ രണ്ട് നെറ്റ്വർക്ക് EIGRP ക്കാണ് ആഡ് ചെയ്യേണ്ടത്. EIGRP 100. ഓക്കെ, റൗട്ടർ EIGRP 100 നെറ്റ്വർക്ക് 10.0.0.0 and 20.0. R1 റൗട്ടിംഗ് കഴിഞ്ഞു. R2 കയറിയിട്ട് ലെഫ്റ്റ് സൈഡിൽ EIGRP റൗട്ടർ EIGRP 100 നെറ്റ്വർക്ക് 20.30 20.0.0.0 30.0. നമുക്ക് വോയിസ് കൂടി പറഞ്ഞു കൊടുക്കണം. റൗട്ടർ ISPF 1 നെറ്റ്വർക്ക് 40.0.0.0 ആസ് ഏതുകൊണ്ട് 0.255.5.5 ഏരിയ 50. നമുക്ക് R3 കാണാം. എല്ലാ ലൂപ്പ് ബാക്സും വന്നിട്ടുണ്ട്. ഇത്രയും ലൂപ്പ് ബാക്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട ഇത്രയും ലൂപ്പ് ബാക്സിന്റെ നെറ്റ്വർക്ക്സ് ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ആലോചിച്ച് നോക്കി. റൗട്ടർ ISPF 1 നെറ്റ്വർക്ക് 0.0.0.5.5 ആലോചിച്ച് നോക്കൂ. നമുക്ക് 60യുടെ ഒരുപാട് നെറ്റ്വർക്ക്സ് അവിടെ ഉണ്ടല്ലേ, സബ് നെറ്റ്വർക്ക്സ് ഉണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടാവും. ഒരു റൗട്ടർ അടുത്ത റൗട്ടറുടെ അപ്ഡേറ്റ് സെൻഡ് ചെയ്യുമ്പോൾ സമ്മറൈസ്ഡ് അഡ്രസ്സസ് ആയിരിക്കും അയക്കുന്നത്, മേജർ നെറ്റ്വർക്ക് അഡ്രസ് ആയിരിക്കും അയക്കുന്നത്. ഓട്ടോ സമ്മറൈസേഷൻ ബൈ ഡിഫോൾട്ട് മേജർ ആയിട്ട് അഡ്രസ്സുകളായിരിക്കും അയക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സബ് നെറ്റ്വർക്ക്സ് അവിടെ എന്തിന്റെ ആവശ്യമില്ല, പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. മേജർ അഡ്രസ് മാത്രം എന്ത് ചെയ്താൽ മതി, പബ്ലിഷ് ചെയ്താൽ മതി. ബിക്കോസ് അത് സബ്നെറ്റഡ് ആണെന്നുള്ള കാര്യം ഇനീഷ്യൽ കോൺഫിഗറേഷനിലൂടെ ആര് പിക്ക് ചെയ്തോളും,
നമ്മുടെ റൗട്ടർ പിക്ക് ചെയ്തു. ഓക്കെ, പറഞ്ഞൊരു ഐഡിയ കിട്ടിയോ? എല്ലാ നെറ്റ്വർക്ക്സും സബ് നെറ്റ്വർക്ക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും റൗട്ടിംഗ് ചെയ്യുമ്പോൾ മേജർ നെറ്റ്വർക്ക് അഡ്രസ് മാത്രം കൊടുത്താൽ മതിയാകും. ഓർത്ത് വെച്ചു. അപ്പൊ ഇനി R2ന്റെ എൻഡിൽ നിന്നും രണ്ട് എൻഡിലോട്ട് നമുക്ക് പിങ് ഉണ്ടോ നോക്കണം. ഡു പിങ് ലെഫ്റ്റ് സൈഡ് 10.0.0.1. യെസ്, അങ്ങോട്ട് സക്സസ് ആണ്. ഇനി നമുക്ക് റൈറ്റ് സൈഡിലോട്ട്, റൈറ്റ് സൈഡിലോട്ട് പറയുമ്പോൾ അഡ്രസ് വ്യത്യാസമുണ്ട്. 60 ഡോട്ട് ഇഷ്ടമുള്ളതിൽ നോക്കാം. ഓക്കെ, ഇഷ്ടമുള്ള അഡ്രസ് നോക്കാം. 60.60.60.1. യെസ്, അങ്ങോട്ടുണ്ട്. അതേപോലെ തന്നെ ലാസ്റ്റ് ലൂപ്പ് ബാക്ക് ഏതായിരുന്നു? ലാസ്റ്റ് ലൂപ്പ് ബാക്ക് 101.96.1. അപ്പം R2 എല്ലായിടത്തെയും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അറിയാം R1 R3ലോട്ടും R3 R1ലോട്ടും എന്തുണ്ടാവില്ല? കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. സോ നമുക്ക് റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം. ഓക്കെ, റൗട്ടർ EIGRP 100 redistribute OSPF 1 metric 1544 20,000 255 1 1000 ഇത് ചെയ്യുന്നു. റൗട്ടർ OSPF 1 redistribute EIGRP 100 subnets. കഴിയും. അപ്പൊ നമ്മൾ ഇനി നേരെ R1 വന്നിട്ട് ഡു ഷോ IP റൂട്ട് എന്ന് അടിച്ച് നോക്കാം. ഡു ഷോ IP റൂട്ട് ആ 60യുടെ എല്ലാ നെറ്റ്വർക്ക്സും വന്നിട്ടോ ചെക്ക് ചെയ്ത് നോക്കാം. 60 സീരീസിന്റെ എന്ത് വന്നിട്ടുണ്ട്? എല്ലാ നെറ്റ്വർക്ക്സും നിങ്ങൾക്ക് കാണാം അല്ലെ? നമ്മൾ ആ സ്ലാഷ് വാല്യൂ നോക്കിക്കേ, നമ്മൾ കൊടുത്ത മാസത്തിനനുസരിച്ച് കറക്റ്റ് കാണിക്കുന്നില്ലേ? 20, 30, 30, 28, 26, 24 വേണ്ടി എല്ലാ നെറ്റ്വർക്ക്സും കാണിക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യം എന്താണ്? 24 ബിലോ മാത്രം വന്നാൽ മതി. ഓക്കെ, 24 ബിലോ മാത്രം വന്നാൽ മതി. അപ്പൊ ഇനിയാണ് നമ്മുടെ ടാസ്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. R2 കയറുക, ചെയ്യാം. ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത് പ്രിഫിക്സ് ലിസ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. IP പ്രിഫിക്സ് ലിസ്റ്റ് പേര് കൊടുക്കുക. DT കൊടുത്തു. പെർമിറ്റ് ഏത് അഡ്രസ്സിന് പെർമിറ്റ് ചെയ്യേണ്ടത്? 60.0.0.0/8. ഇതാണ് നമ്മുടെ മേജർ നെറ്റ്വർക്ക് അഡ്രസ്സിന്റെ പ്രൊഫൈല്. അതിനുശേഷം ലെസ് ദാൻ, ലോവർ ദാൻ, എത്രക്ക്? 24 ബിലോ വരുന്ന ആൾക്കാരെ മാത്രം 60 സീരീസ് നെറ്റ്വർക്കിനകത്ത് വരുന്ന ബിലോ 24 വരുന്ന ആൾക്കാരെ മാത്രം കടത്തി വിട്ടാൽ മതി പറഞ്ഞു കഴിയും. നമ്മൾ നേരെ എന്താ ക്രിയേറ്റ് ചെയ്യുന്നത്? റൂട്ട് മാപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. റൂട്ട് മാപ്പ് 1. മാപ്പ് 1 മേലെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. മാപ്പിനൊക്കെ പറഞ്ഞു. ദെൻ നമ്മൾ മാച്ച് IP അഡ്രസ്, പിന്നെ എന്താ കീവേഡ്? പ്രിഫിക്സ് ലിസ്റ്റ് അല്ലേ? പ്രിഫിക്സ് ലിസ്റ്റ് പേരെന്താ കൊടുക്കുന്നത്? TTT. ദെൻ അത് കഴിഞ്ഞു. നമ്മൾ നേരെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. EIGRP 100 കയറുന്നു. റൗട്ടർ EIGRP 100 redistribute OSPF 1 അങ്ങനെ എല്ലാ വാല്യൂസ് വരുന്നുണ്ട്. മെട്രിക് 1544 3000 1 1500 എന്നതിന് ശേഷം നമ്മൾ റൂട്ട് മാപ്പ് പറഞ്ഞു കൊടുക്കുന്നു. ഈ റൂട്ട് മാപ്പ് നോക്കിയിട്ട് മാത്രം ആൾക്കാർ എന്ത് ചെയ്യാൻ പാടുള്ളൂ? കടത്തിവിടാൻ പാടുള്ളൂ. എന്താ റൂട്ട് മാപ്പ്? മാപ്പ് എല്ലാം. അപ്പൊ നമ്മൾ നേരെ ഈ R1 പോയിട്ട് ഒന്ന് ഷോ ഔട്ട്പുട്ട് അടിച്ച് നോക്കാം. രണ്ട് നെറ്റ്വർക്ക് അഡ്രസ് ഏതൊക്കെയാ? /20യും 24 മാത്രമേ നമ്മുടെ ടേബിളിനകത്ത് വന്നിട്ടുള്ളൂ. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിഫിക്സ് ലിസ്റ്റിലൂടെ നമുക്ക് സബ് നെറ്റ്വർക്സിനെയും ഇതേപോലെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഐഡിയ കിട്ടിയോ? റിസൾട്ട് മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ കോൺഫിഗറേഷൻ. ഓക്കെ, അങ്ങനെ നമ്മള് റൂട്ട് ഫിൽറ്ററിംഗിനകത്ത് വരുന്ന 3 മെത്തേഡുകൾ നമ്മൾ നോക്കി. 3ന്റെ റിസൾട്ട്സ് നമ്മൾ വെരിഫൈ ചെയ്തു. എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. റൂട്ട് ഫിൽറ്ററിംഗിനകത്ത് ഡിസ്ട്രിബ്യൂട്ട് ലിസ്റ്റ് നോക്കി, റൂട്ട് മാപ്പ് നോക്കി, നമ്മൾ അതുപോലെ തന്നെ പ്രിഫിക്സ് സിസ്റ്റം നമ്മൾ നോക്കി.
എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി, 3 ലാബും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി, റൂട്ട് മാപ്പും ചെക്ക് ചെയ്ത് നോക്കി, അതുപോലെ നമ്മൾ പ്രിഫിക്സ് നോക്കി. അങ്ങനെ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയിരിക്കുന്നു. സക്സസ്. യെസ്. അങ്ങനെ നമ്മൾ OSPF എന്ന് പറയുന്ന പ്രോട്ടോകോൾ ഇന്നത്തോടു കൂടി കഴിഞ്ഞിരിക്കുന്നു. OSPF ഫിൽറ്ററിംഗ് എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ദിവസം നമ്മൾ പുതിയ ടോപ്പിക് ആയിരിക്കും. അത് ഏത് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. IPv6 അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും BGP VPN അങ്ങനെ ഏതെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നാളെ പുതിയ ടോപ്പിക് ആയിരിക്കും. അപ്പോൾ റൗട്ടിങ്ങിനെ ബേസ് ചെയ്ത് വരുന്ന ബേസിക് തിങ്സ് കഴിയും. മീൻസ് ഇനി നമുക്ക് വലിയ വലിയ കാര്യങ്ങളാണ്. IPv6, BGP, VPN, MPLS, VRF എന്ന് പറയുന്ന ടോപ്പിക്സ് ആണ് നമുക്ക് വരുന്നത്. കുറച്ച് അഡ്വാൻസ് ലെവൽ വരുന്ന കാര്യങ്ങളാണ്. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് നാളെ കാണാം. ഓക്കെ.